വോട്ട് ചോരിയുമായി എത്തുന്ന രാഹുൽ ഗാന്ധി, ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വോട്ട് ചോരിയുമായി എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹിളാ റോസ് യോജന എന്ന് പറയപ്പെടുന്ന പദ്ധതി. ഏകദേശം 75 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നിക്ഷേപിക്കുന്ന പദ്ധതി. അതെ, ഈ 10,000 രൂപ കൊണ്ട് ഈ വോട്ട് ചോരിയെ പിടിച്ചു കെട്ടാൻ കഴിയുമോ? NDAക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി എന്ന് പറയപ്പെടുന്ന കള്ളത്തരത്തിനെ തളയ്ക്കാൻ കഴിയും? വോട്ട് ചോരി എന്നെ അടഞ്ഞ അധ്യായമായി കഴിഞ്ഞല്ലോ. SIR നടപ്പിലാക്കി കഴിഞ്ഞു. ഒരൊറ്റയാൾക്കും ഒബ്ജക്ഷൻ ഉണ്ടായില്ലല്ലോ. ഈ കിടന്ന് ബഹളം, ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എലിയെ പ്രസവിച്ചെന്ന് പറഞ്ഞ പോലെ ആയി തീർന്നില്ലേ? അത് ചത്ത കുതിരയായി കഴിഞ്ഞില്ലേ? അത് ഇപ്പോൾ അനങ്ങുന്നില്ലല്ലോ. NDA മുന്നണിക്ക് ഇതുപോലൊരു ബൂസ്റ്റ് കിട്ടാനില്ല. അതുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ സർവേ, അത് പലപ്പോഴും ആധികാരികമായിട്ട് ഫൈനൽ റിസൾട്ടിനോട് അടുത്ത് വരാറുണ്ട്. പ്രകാരം അവിടെ NDA മുന്നണിക്ക് 135 സീറ്റാണ് കിട്ടാൻ പോകുന്നത്. ആകെ ഉള്ളത് 243 സീറ്റുകളാണ്. അപ്പോൾ ഇത് തന്നെ ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഇത് കേവല ഭൂരിപക്ഷമല്ല, അതിനപ്പുറത്തുമുള്ള ഒരു വൻ ഭൂരിപക്ഷമാണിത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് ഫൈറ്റാണ്. സർവേ തന്നെ സമ്മതിക്കുന്നുണ്ട്. 26 ഇടങ്ങളിൽ ടൈറ്റ് ഫൈറ്റാണ്. ഇനിയിപ്പോൾ ഈ 26 എണ്ണം കൂടി 75നോട് കൂട്ടിയാലും മഹാസഖ്യം എന്ന് പറഞ്ഞാൽ മഹാഗഡ്ബന്ധൻ എന്ന് പറഞ്ഞാൽ സഖ്യമാണ്. പിന്നെ നമ്മൾ സഖ്യമെന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യം, മഹാഗഡ്ബന്ധന് ഭൂരിപക്ഷമാകുന്നില്ല. 75, 25, 100, 101 സീറ്റ് കിട്ടിയാൽ എങ്ങനെയാണ് ഭൂരിപക്ഷമാകുന്നത്? അപ്പോൾ ഒരിക്കലും അവർക്ക് ഭൂരിപക്ഷത്തോടെ എടുക്കാൻ പറ്റില്ല. ഇനി പോട്ടെ, OWICയുടെ സീറ്റുകൾ. OWICക്ക് സീമാഞ്ചൽ മേഖലയിൽ 3 സീറ്റുകൾ കിട്ടുമെന്നാണ് കണക്ക്. 3 സീറ്റുകൾ. ആ 101 3 കൂട്ടിയാൽ എത്രയായി? 104. ഇനി പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടി, സൽഭരണം എന്നാണ് സുരാജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല ഭരണം, നല്ലത്, രാജ് ഭരണം. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവർ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 104, 2, 106 മാക്സിമം. പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ വെറുതെ കൊടുക്കാം, 107. ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാലും എല്ലാ സാധ്യതകളും അവർക്ക് അനുകൂലമായിട്ട് വെച്ചാലും തുലാസിൽ അവരുടെ തട്ടി മുകളിൽ തന്നെ നിൽക്കും. അതേസമയം NDA എന്ന് പറയുന്ന ആ ഭൂരിപക്ഷം നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രീ പോൾ സർവേ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. നേരത്തെ വോട്ട് ചോരിയുടെ സമയത്തും നടത്തിയ സർവേകളിൽ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു റിസൾട്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ചോരി എന്നും പറഞ്ഞ ആവശ്യമില്ലാതെ അവിടെ നടത്തിയ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ കൂടി നടത്തിയ വർഗീയമായ ഒരു വിഭജനത്തിനും ധ്രുവീകരണത്തിനും വേണ്ടി നടത്തിയ രാഹുൽ ഗാന്ധിയുടെ MA ഒക്കെ പോയി പ്രസംഗിച്ചിരുന്നു. അതിൽ വെറും ഒരു തൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വെറും തൊണ്ട് മാത്രമായിട്ട് പരിണമിച്ചു. അതൊരു റിസൾട്ടും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കാരണം ഇതിനു മുമ്പ് നടത്തിയ സർവേയും ഈ സമയത്ത് നടത്തിയ സർവേയും ഇത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് നടത്തിയ സർവേയും വരുന്നത് ഏറെക്കുറെ വ്യത്യാസമില്ലാതെ NDAക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണലായിട്ട് അതിനെ അപഗ്രഥിക്കുമ്പോൾ NDA അവിടെ തന്നെ നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം വോട്ട് ചോരി വലിയൊരു പ്രഭാവമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ അമ്മയെ കൂടി ചേർത്ത് വിളിച്ച അശ്ലീലമുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് ജനസാമാന്യം ഈ മുന്നണിയിൽ നിന്നും, അതായത് മഹാഗഡ്ബന്ധൻ മുന്നണിയിൽ നിന്നും വളരെ അകന്നുപോയിരിക്കുന്നു എന്നാണ് ഈ സർവേ നൽകുന്ന സൂചനയും മൊത്തത്തിൽ ബീഹാറിലെ ഒരു പൊളിറ്റിക്കൽ ജനറിയോ നൽകുന്ന. നിതീഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടിയാണ് NDA ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനാണ്. പക്ഷേ അതൊരു സാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ നിതീഷ് കുമാർ 6ാമതും അവിടുത്തെ മുഖ്യമന്ത്രിയായി എത്തുവാനുള്ള സാധ്യതയുണ്ട്? ഞാനൊരു പൊളിറ്റിക്കൽ അനാലിസ്റ്റ് പറയട്ടെ, അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അതായത് ഇപ്പോൾ 101 സീറ്റിൽ മത്സരിക്കുന്ന BJP, അതേപോലെ തന്നെ മത്സരിക്കുന്ന JDU, ഇവർ രണ്ടുപേരും മത്സരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം BJP എന്ന് പറയപ്പെടുന്നത് ആദ്യം ആരെയും സഹായിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും മാത്രമല്ല ഒരു അലയൻസ് ഇല്ലെങ്കിൽ കൂടിയും അവരെ പിന്താങ്ങുന്ന ഒരു സമീപനം സ്വീകരിച്ച് അവിടെ ഒരു ഭരണം ഉണ്ടാകും, അല്ലേ? അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് BJP സ്വതന്ത്രമായിട്ട് അവർ മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ്. കാരണം ആ 5 വർഷക്കാലം കൊണ്ട് അവർക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വേരോട്ടം അവർ ആ മേഖലയിൽ നടത്തിയിരിക്കും. അങ്ങനെ ഇപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബീഹാറിലെ ജനം ഈ നിതീഷ് കുമാറിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നിതീഷ് കുമാർ ഭയങ്കര ചാഞ്ചാട്ടക്കാരനാണ്. അധികാരം എവിടെയുണ്ടോ ആ ഭാഗത്തേക്ക് ചാഞ്ച. നമുക്കറിയാം 2020 തെരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥ ഉണ്ടായതാണ്. RJD സഖ്യത്തോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മഹാഗഡ്ബന്ധനോടൊപ്പം നിന്നിട്ട്
2022 വീണ്ടും BJP-യോടൊപ്പം ചേർന്ന് മത്സരിക്കും. അതിന് മുമ്പ് തന്നെയായിരുന്നു 2014 പ്രധാനമന്ത്രി പദം മോഹമുണ്ടായിരുന്നു. അത് ലഭിക്കാത്തതുകൊണ്ട് നരേന്ദ്രമോദിയോട് പിണങ്ങിയാണ് ഈ പറയുന്ന കോൺഗ്രസിനോടൊപ്പം ചേർന്ന് സഞ്ചരിച്ചത്. 2015 കഴിഞ്ഞു, പിന്നെ 2017 വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും BJP-യോടൊപ്പം നടക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്, അധികാരത്തിൻ്റെ കൊതിയനാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, അത് നമുക്ക് അറിയാവുന്ന കാര്യം. അത് BJP-ക്കും അറിയാം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ വനിതാ വോട്ടർമാരിലേക്കുള്ള ഒരു ലക്ഷ്യമാണ് BJP വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 75 ലക്ഷം പേർക്ക് അങ്ങനെ 10,000 രൂപ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു മഹിളാ റോസ് യോജന പദ്ധതി ഒരു നിക്ഷേപം നൽകുമ്പോൾ അതൊരു സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നിതീഷ് കുമാർ പറയുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തു എന്നുകൂടി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിതീഷ് കുമാറിനെ സഹിക്കേണ്ട ഒരു അല്ലെങ്കിൽ സഹിച്ചു കൊണ്ടുപോകേണ്ട ഒരു ബാധ്യതയൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ BJP-ക്ക് ഇല്ല. BJP-ക്ക് നല്ല വേരോട്ടം വന്നു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ബീഹാറിൽ. അങ്ങനെയാണെങ്കിൽ 101 എന്ന് പറയപ്പെടുന്ന സീറ്റുകളിൽ മത്സരിക്കുന്ന BJP-ക്ക് ഒരു 80-85 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ചിരാഗ് പാസ്വാൻ്റെയും ഒപ്പം തന്നെ ഈ പറയുന്ന ബാക്കിയുള്ളവരുടെയും നമുക്കറിയാം മാഞ്ചിയുടെ സീറ്റ് ലഭിക്കാം. മാഞ്ചിക്ക് ഏകദേശം ഒരു 10-12 സീറ്റുകൾ മത്സരിക്കുന്ന മാഞ്ചിയും ഏകദേശം ഒരു 6-7 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. 24-25 സീറ്റുകൾ മത്സരിക്കുന്ന ചിരാഗ് പാസ്വാനും ഏകദേശം ഒരു 10-20 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ 122 എന്ന് പറയപ്പെടുന്ന മാജിക് സംഖ്യയിലേക്ക് എത്തുവാനുള്ള സാധ്യത BJP-ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിതീഷ് കുമാറിനെ തള്ളി ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അനാലിസിക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പല കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോരോ പോയിൻ്റായിട്ട് പറയാം. താങ്കൾ പറഞ്ഞ പോലെ നിതീഷ് കുമാറിൻ്റെ സമുദായം എന്ന് പറഞ്ഞാൽ കൂർമി സമുദായമാണ്. കൂർമി സമുദായത്തിന് അവിടെ വേരോട്ടമുള്ളത് പോപ്പുലേഷൻ്റെ 2.5% മാത്രമേ കൂർമി സമുദായം, പിന്നാക്കക്കാരിൽ ഏറ്റവും പിന്നാക്കമായ വിഭാഗമാണ്. അവർക്ക് പിന്നെ വേരോട്ടമുള്ളൂ. വേണമെങ്കിൽ എന്നേ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡെമോഗ്രാഫിക്കലായിട്ടുള്ള കണക്കുകൂട്ടലിൽ തള്ളാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ അവർ തള്ളുന്നില്ല. കാരണം ഈ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ആ കൂർമി സമുദായം ഏറ്റവും പിന്നോക്കക്കാരാണ് ഏറ്റവും പരിതാവസ്ഥയിലുള്ളത്. യാദവന്മാർ കുറേ നേടിക്കഴിഞ്ഞു, മുസ്ലിങ്ങൾ കുറേ നേടിക്കഴിഞ്ഞു, ഇവരൊന്നും നേടിയിട്ടില്ല. അതുപോലെ ഈ മാഞ്ചി എന്നൊക്കെ പറയുന്ന സമുദായങ്ങൾ ബീഹാറിലെ ഏറ്റവും ദുരന്തങ്ങളാണ്, വൻ തോൽവികളാണ് അവർ. അവിടെ ഒരു ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം ജഗജീവൻ റാമിലൂടെയും സീതാറാം കേസരിയുടെയും കോൺഗ്രസ് എങ്ങനെയാണ് പെരുമാറിയിരുന്നെന്ന്. രാഷ്ട്രീയമായിട്ട് ഒരാളെ പോലും ഉയർത്താൻ അവർ ശ്രമിച്ചിട്ടില്ല. അതേ അവസരത്തിലാണ് മയൂർ ഭഞ്ചൻ എന്ന് പറയുന്ന സ്ഥലത്തെ പിന്നാക്കക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിക്കൊണ്ട് BJP കാണിച്ച ആ പിന്നോക്കക്കാരോടുള്ള അവരുടെ ഒരു അനുഭാവം കാണിച്ചത്. ഒരു രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് പിന്നാക്കക്കാരായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രപതിയും ഒരുമിച്ചിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ആദ്യ മുഹൂർത്തമായിരുന്നു. അത് ആദ്യത്തെ മുഹൂർത്തം, ഇപ്പോഴും അത് തന്നെ. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ ജാതീയമായിട്ട് പിന്നാക്കക്കാരെ ഉയർത്തുക എന്നുള്ളതിൽ നമ്മുടെ BJP-യുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ പറ്റാത്തതാണ്. മറുവശത്ത് അതിനാണ് മനുവാദം, ബ്രാഹ്മണിക്കൽ ഹെഗമനിസം എന്നൊക്കെ പറഞ്ഞുള്ള ക്രൂരമായ ഫലിതങ്ങൾ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗോപൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അധികാരത്തിന് പിന്നാലെ ആരെയും വലിച്ചെറിഞ്ഞു കൊണ്ടുപോകുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് വളരെ 100% ശരിയാണ്. അത് പറയുന്നതിൻ്റെ കാര്യം, പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വളരെ തവണ കേട്ട ഒരു ക്ലീഷേ പോലെ തന്നെ ഇറ്റ്സ് എ ഗെയിം ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നരേന്ദ്രമോദിക്ക് അവിടെ എതിർ വികാരമുണ്ടെന്ന് തോന്നിക്കൊണ്ടാണ് അദ്ദേഹം ആ ചുവട് മാറ്റിയത്. പക്ഷേ BJP ഒരിക്കലും ആ ചുവട് മാറ്റം നടക്കത്തില്ല. കാരണം പൊളിറ്റിക്കലി ജെൻറ്റിൽമാനായിരിക്കുക. ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്തൊരു ലിംഗവിവേചനം വരും. അതുകൊണ്ട് പൊളിറ്റിക്കൽ സിവിലിറ്റി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പാലിക്കുന്ന ഒരു വേറിട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഇമേജ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മമതായുടെ പോലുള്ള ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ടായിട്ടും അവർ ശ്രമിക്കാത്തത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഇന്ന് വരെ ഒറ്റ മുഖ്യമന്ത്രിയെ പിരിച്ചുവിട്ടിട്ടില്ല. ഈസിയായിട്ട് ചെയ്യാം. കേരള പിണറായി വിജയനെ പോലും പിരിച്ചുവിടാം. ഈ ശബരിമല പ്രശ്നം അത്തരത്തിൽ ഉള്ള ഒന്നാണ്. ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വേറിട്ട ഒരു പാർട്ടിയായിട്ട് അവർക്കിരിക്കണം. 35 ഗവൺമെൻറ്റുകളെയാണ് ജനാധിപത്യവും ഭരണഘടനയും പറയുന്ന കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കാലത്തായിട്ട് പിരിച്ചുവിട്ടത്. ജനതാ പാർട്ടി ഒറ്റയടിക്ക് 9 കോൺഗ്രസ് ഗവൺമെൻറ്റുകളെയാണ്
പിരിച്ചുവിട്ടത്. ചരൺ സിംഗ് ആയിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി, നമുക്കറിയാവുന്ന കാര്യം. അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ നിതീഷ് കുമാറിന് ജാതിയുടെ പിന്തുണയില്ലെങ്കിലും സ്ത്രീകളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ നോക്കിയല്ല. പണ്ടിവിടെ ഒരു ഗുണ്ട സ്റ്റേറ്റ് ആയിരുന്നു, സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. ബംഗാളിലെ മുഖ്യമന്ത്രി ചോദിച്ചത്, എന്തിനാ പെൺകുട്ടി മെഡിക്കോസ് അർദ്ധരാത്രി പുറത്തിറങ്ങിയത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അർദ്ധരാത്രികൾ അവരുടേതല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു ബീഹാറിലെ സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു. ഇന്ന് അർദ്ധരാത്രിയിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ സാധ്യതയുള്ള, അത്ര അപകടരഹിതമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, വരുന്ന ഒരു സംസ്ഥാനമായിട്ട് ബീഹാർ മാറിയിട്ടുണ്ട്, മുഖച്ഛായ മാറിയിട്ടുണ്ട്. പിന്നൊരു കാരണം, 14,000 കോടി രൂപയാണ് ബീഹാറിൻ്റെ സ്പെഷ്യൽ പാക്കേജായിട്ട് കഴിഞ്ഞ ബജറ്റിൽ കൊടുത്തത്. 5 പൈസ പോലും അഴിമതിയായി പോകുന്നില്ല. അഴിമതി തീരെ ഇല്ലാത്ത ആളാണ്. നമ്മുടെ മുഖ്യമന്ത്രിയെ പോലൊന്നും അല്ല നിതീഷ് കുമാർ. മുഴുവൻ അവിടെ സ്റ്റേറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ റോഡുകളിൽ, പാലങ്ങളിൽ, ജനങ്ങൾക്കുള്ള സഹായങ്ങളിലെല്ലാം ഗുണനിലവാരം ജീവിതത്തിൻ്റേത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ബീഹാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ടെന്നേ. ഇത് പാറ്റ്നയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. താഴെ തട്ടിലോട്ട് പോയിട്ടില്ല, അധികം പോകണം. അതിനുവേണ്ടിയാണ് നിതീഷ് കുമാറിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിരാഗ് പാസ്വാൻ, ചില്ലറയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പിന്നീട്. പാസ്വാൻ്റെ മകൻ വിട്ടിട്ടില്ല, ആരെയും വിടുകയില്ല. ഒരു പക്ഷേ കോൺഗ്രസ് കേരളത്തിൽ കാണിച്ച ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. അതായത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയിട്ടും വലിയ കക്ഷി കോൺഗ്രസ് ആയിട്ടും അച്യുതമേനോനെ തന്നെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിച്ചതുപോലൊരു മര്യാദ അവർ കാട്ടുന്നു. എന്താ കാര്യമൊന്നും കൂടെ ഞാൻ പറയാം. അദ്ദേഹത്തിന് പ്രായാധിക്യമായിരിക്കുന്നു. ഇനി നമ്മളൊരു ക്രൂരമായ കാര്യം പറയുകയാണെങ്കിൽ അധികകാലമില്ല. അത് കഴിയുമ്പോൾ നാച്ചുറലായിട്ട് BJP അങ്ങ് ഏറ്റെടുക്കുക. അത് പിരിച്ചുവിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിരിച്ചുവിടപ്പെടേണ്ട. പക്ഷേ ഈ 6ാമത്തെ തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല. ഈ BJPയുടെ ഒരു വലിയ പിന്തുണ ഉണ്ടാകുമായിരിക്കും. പക്ഷേ BJPയുടെ മാത്രം കൺട്രോളിൽ മാത്രമേ അങ്ങനെയാണെങ്കിൽ ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ മുഖ്യമന്ത്രി ഒരാൾ എന്തായാലും BJPയുടെ ഉണ്ടാവും. അവിടെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിൻ്റെ കൺട്രോളുണ്ട്. അമിത്ഷാ തന്നെയാണ് പറഞ്ഞത്, BJPക്കാർ താങ്കൾ ഈ പറഞ്ഞ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. നിതീഷ് കുമാർ തന്നെ മടുത്തില്ലേ ജനങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ നിതീഷ് കുമാറിനോടൊപ്പം തന്നെ. രാഷ്ട്രീയ ചാണക്യനാണ്. നമ്മളൊക്കെ കാണുന്നതിനപ്പുറമുള്ളൊരു കാഴ്ചപ്പാട്, വിജയമന്ത്രം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ അമിത്ഷാ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല, അതിനകത്ത് അത് പറഞ്ഞ് വേണമെങ്കിൽ അവസാനിപ്പിക്കും. അതായത് ഇപ്പോൾ അമിത്ഷാ എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ ചാണക്യം തന്നെയാണ്, അത്തരത്തിൽ തന്നെയാണ് കാണുന്നതും. പക്ഷെ അദ്ദേഹം തീരുമാനിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നിതീഷ് കുമാറിനെ വെച്ചിട്ട് നേടാൻ പറ്റുന്ന വോട്ടുകളുടെ ഒരു വല്ലാത്ത വോട്ടുകളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ വനിതാ പ്രാതിനിധ്യമുള്ള സ്ത്രീകളുടെ വോട്ടുകളൊക്കെ, അതുപോലെ യുവാക്കളുടെ വോട്ടുകളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. അത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു ഗെയിം, അങ്ങനെ വേണമെങ്കിൽ അതിന് വേറെ പല ഗെയിമുകളും ഉണ്ട്. ഗാർപൂരി താക്കൂർ, അവിടുത്തെ പിന്നോക്കക്കാരുടെ അവസ്ഥ മാറ്റാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ശ്രമിച്ച അഴിമതിരഹിതനായ മുഖ്യമന്ത്രിയാണ് ഗാർപൂരി താക്കൂർ. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തിനെ പിരിച്ചുവിടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അന്നും പിരിച്ചുവിട്ടു. അദ്ദേഹത്തെ വല്ലാതെ ഉപദ്രവിച്ചു. അംബേദ്കറെ തോൽപ്പിക്കാൻ ശ്രമിച്ച പോലെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ആ ഗാർപൂരി താക്കൂറിൻ്റെ ഇമേജ് ഉയർത്തിക്കൊണ്ടു വന്നിട്ട് ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി. അതിൽ നിതീഷ് കുമാർ ഇനി ഒരിക്കലും തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് പോകാത്ത പരുവത്തിലാക്കി. ഇനി ഒരു അഞ്ചാട്ടവും ഉണ്ടാക്കത്തില്ല. 14,000 കോടി അതൊരു വലിയ ചങ്ങലയാണ്. ആ ചങ്ങലക്കെട്ട് ബന്ധിച്ചിരിക്കുകയാണ് നിതീഷ് കുമാറിനെ. തീർച്ചയായിട്ടും അദ്ദേഹം പോകാത്തതിൻ്റെ കാര്യം അതാണ്. BJP അദ്ദേഹത്തെ വിടാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അറിയുന്നതിനും അപ്പുറമാണ് എന്ന് മാത്രമേ പറയാം. പക്ഷേ ഇവിടെ ഇതുവരെ RJDയും അവരുടെ മഹാഗഠബന്ധൻ സഖ്യവും അവിടെ സ്ഥാനാർത്ഥികൾ, 1ാം ഘട്ടത്തിന്റെ സ്ഥാനാർത്ഥികളെ പോലും പൂർത്തിയാക്കി. സഖ്യമില്ല, സഖ്യം പോയി, CPIM വിട്ടുപോയി. നാളെയാണ് അവരുടെ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം. വലിയ വിചിത്രമായിരിക്കും. CPIM വിട്ടുപോയി, അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സത്യത്തിൽ പരാജയം ഉറപ്പിച്ച് നിൽക്കുകയാണല്ലേ അവർ. പരാജയം ഉറപ്പിച്ചു. BJPയുടെ സാധ്യത തന്നെയാണ്. ഇറ്റ് ഈസ് എ ലോസ്റ്റ് കേസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.